നസറത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് 135 കിലോമീറ്റർ ദൂരമുണ്ട്. 135 കിലോമീറ്റർ ദൂരം നടന്നാണ് ഈ പോകേണ്ടത്. അപ്പോൾ ഇത്രയും ദൂരം ക്ലേശകരമായ ഒരു യാത്ര നടത്തിയാണ് പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൂട്ടി ജോസഫ് ഈ ബേത്ലഹേമിലേക്ക് എത്തുന്നത്. അപ്പൊ എന്തിനാണ് ഈ ബേത്ലഹേമിലേക്ക് പോകുന്നത്? ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു സൂചന നിങ്ങളോട് പങ്കുവെക്കാം. ഈശോ മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് മരിച്ചത്. അപ്പോൾ എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു മരിച്ചത്. അപ്പൊ യേശു എനിക്കും നിങ്ങൾക്കും പകരക്കാരനായിട്ടാണ് മരിച്ചത്. നമ്മുടെ സ്ഥാനത്താണ് അവൻ മരിച്ചത്. ഇനി നമ്മുടെ സ്ഥാനത്തെന്ന് പറയുമ്പോൾ മാനവരാശിയുടെ മൊത്തം സ്ഥാനത്ത് മാത്രമല്ല, ഇസ്രായേൽ എന്ന ജനതയുടെ മുഴുവൻ തിന്മയ്ക്കും അവൻ പകരം ശിക്ഷ ഏറ്റുവാങ്ങിയാണ് മരിച്ചത്. അപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പകരം എന്ന് മാത്രമല്ല, അവൻ തന്റെ ജനത കടന്നുപോയ എല്ലാ പാപത്തിനും പരിഹാരം ചെയ്തു. അവൻ ഇസ്രായേലിന്റെ സന്തതിയാണ്. അതുകൊണ്ട് ഈ ഇസ്രായേൽ കടന്നുപോയ എല്ലാ അനുഭവങ്ങളിലൂടെയും യേശു കടന്നു പോകുന്നതായി സൂക്ഷിച്ച് വചനം വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന്, ഇസ്രായേൽ 400 വർഷം അടിമത്തത്തിൽ കഴിഞ്ഞ സ്ഥലമാണ് ഈജിപ്ത്. യേശു ഈജിപ്തിലേക്ക് പലായനം ചെയ്ത് അമ്മയുടെ മാറിൽ പറ്റിക്കിടന്ന് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ജീവനെ ഭയന്ന് പലായനം ചെയ്ത് ഈജിപ്തിൽ പോയി അജ്ഞാതവാസം നയിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. കണ്ടോ, ഈ ജനം പോയ വഴിയാണ്. ഇനി ഈജിപ്തിൽ നിന്ന് അവൻ തിരിച്ചു വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ വന്നതുപോലെ തന്നെ. ബേത്ലഹേമിലേക്ക് പോകുന്നതും അതിന്റെ ഭാഗമായിട്ടാണ്. ദാവീദിന്റെ നഗരമായ ദാവീദിനെ തെരഞ്ഞെടുക്കുന്നത്, അഭിഷേകം ചെയ്യുന്നതും ഈ ബേത്ലഹേമിൽ വെച്ചിട്ടാണ്. ഇവൻ ദാവീദിന്റെ പുത്രനാണ്. ദാവീദ് കടന്നുപോയ വഴിയിലൂടെ ഈശോ കടന്നു.